നിങ്ങൾ CM പരിധി വെക്കുന്നത് എവിടെയാണ്? ചെയ്തോ ചെയ്തില്ലെന്ന് വേറെ കാര്യം, വലിയ നടക്കാത്ത കാര്യം എന്താ? അത് വലിയന്റെ കുതിരത്തല്ലല്ലോ, ആരുടേതാണ്? വലിയന്റെ കുതിരത്തല്ല, ആരുടേതാണ്? അള്ളാഹുവിന്റെ അല്ലേ? എനിക്കെന്തിനും ബേജാറാണ്? അതൊന്നുമല്ല. നമ്മൾ ചെരുപ്പിനൊപ്പിച്ച് എന്ത് ചെയ്യാണ്? കാല് മുറിക്കാണ്. നാളെ അവർ പറയില്ലേ എന്ത് ചന്ദ്രൻ പുലർത്തിയില്ല, അപ്പൊ നമ്മളും എന്ത് പറയേണ്ടി വരും? പുലർത്തിയില്ല. മറ്റന്നവർ പറയില്ലേ മൊയ്സത്തിന് കയറിയിട്ടില്ല. അപ്പൊ സുന്നി പള്ളികളിൽ തന്നെ മോദിയമാർ എന്ത് പറയും? പണ്ട് വിവരമില്ലാത്ത കാലഘട്ടത്തിൽ പറയടോ, നല്ല അരച്ച് പറിച്ച വാക്ക് പറ. പണ്ട് വിവരമില്ലാത്ത കാലഘട്ടത്തിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇത്രയൊന്നും പുരോഗമിക്കാത്ത കാലഘട്ടത്തിൽ നബി ആകാശത്ത് പോയി എന്ന് വാദിച്ചവരുണ്ടായിരുന്നു. അതൊക്കെ പഴയ കാലത്തെ വിവരമില്ലാത്ത ആളുകൾ, ജനങ്ങൾ പറയുന്നത് ഏറ്റു പറയേണ്ട വിഡിത്തമൊന്നും ഇന്ന് ആധുനിക സുന്നികൾക്ക് ഇല്ല. ഓൻ അവിടുത്തെ മറ്റേ എന്തായിരിക്കും, എന്താ പറയാ, CKSF കുളാണ്ടറായിരിക്കും ഓൻ. എന്താ പറഞ്ഞു? ഓ മറ്റൊരു മൂക്കിൽ വരലിട്ട് ശരിയാണ്. കേരളത്തിലെ സുന്നി മുത്തഅല്ലിമീങ്ങളായ ദീൻ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത കേരളത്തുൽ ഉലമ പോലെ മഹത്തായ ഒരു പ്രസ്ഥാനം നിയന്ത്രിക്കുന്ന സ്ഥാപനത്തിലെ പകുതിയിലേറെ വിദ്യാർത്ഥികളും വഹാബികളാണ് എന്ന് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരാൾ ഈ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞു എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു, ഒന്നും കൂടി പറയാം മോനെ. ആ ആ ആ മാഷാ അല്ലാഹ്. എന്താ നിന്റെ പേര് പറയാം? അപ്പൊ അബ്ദുറഹിം പറഞ്ഞു, നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ അബ്ദുറഹിമിന്റെ കൂടെ ഉള്ള ഒരു ആലിമായ ആൾ പറഞ്ഞു, എന്ത് ഇന്ന സ്ഥാപനത്തിലെ വലിയൊരു ശതമാനം കുട്ടികൾക്കും ദീനൊരു വിഷയം തന്നെയല്ല അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞു? അതെ, അവർക്ക് അത് പുച്ഛാണ്, അതൊരു വിഷയം തന്നെയല്ലേ അവർക്ക്. ഇനി പഠിച്ചോണ്ട് അത് വിഷയമല്ല, അതൊന്നും വിഷയമല്ല. അവർക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ കത്തിപ്പാവും. പണി കിട്ടിയാലോ നിരീശ്വരവാദിയാവും. രണ്ടിൻ്റെ ഇടയിലാണ്. ഇനി ഇവരെ നിയന്ത്രിക്കണമല്ലോ, അവർക്ക് ഗ്രാമത്തെ മോചത്തും തുന്നി അതൊന്നും തീരല്ല. അതൊക്കെ പ്രൊഫഷനായി മാറും. ഒരു പ്രൊഫഷനായി മാറും. എനിക്ക് പരിചയമുള്ള ഒരാൾ മൈസൂർ പോയി ഉറുദു പഠിപ്പിച്ച പോയി. ഒരു പണി കിട്ടാതെ മൈസൂർ പോയപ്പോൾ ആരോ പറഞ്ഞു, ഒരു ഉറുദു മദ്രസയിൽ ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ ആയിക്കോട്ടെ അതിൽ ചേരാറ്. അങ്ങനെ ഉറുദു മദ്രസയിൽ ഉസ്താദായി. മനസ്സിലായില്ലേ? ഏക്ക് ദോ തീൻ അങ്ങനെ 3-4 അതൊക്കെ അറിയും. ചെറിയ ഇതൊക്കെ അറിയല്ലാതെ ഒരു ബുക്ക് പഠിപ്പിക്കാനൊന്നും പിന്നെ അറിയില്ല. അങ്ങനെ നാട് വിട്ട് നടക്കണവനാണ്. അങ്ങനെ ഉറുദു മദ്രസയിൽ മാലിന്യമായി. അപ്പൊ കുട്ടികളോട് എന്ത് പറഞ്ഞു? ആദ്യ ഭാഗത്തെ പാടൊക്കെ ഒന്ന് ആവർത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ 2 മാസം അവിടെ ജോലി ചെയ്തു. അതായത് മുമ്പൊരു ഉറുദു ഉസ്താദ് ഉണ്ടായിരുന്നു. ആ ഉറുദു ഈ മാലിന്യം പോയ ഒഴിവിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പഴയ പാഠങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞു. പഴയ പാഠം ഒരു കുട്ടി വായിക്കും, മറ്റൊരു നോക്കും. മനസ്സിലായില്ലേ? ഇപ്പം അങ്ങനെ ഇടയ്ക്കുന്ന തലാട്ടും, മറ്റേ അക്ഫഷിമാമിൻ്റെ ആട് തലാട്ടിയ മാതിരി. അങ്ങനെ തലാട്ടി അങ്ങനെയാണ് എന്ത് ചെയ്തത്? മദ്രസന് ഉത്തരവാദിത്തപ്പെട്ട ആൾ എൻ്റെ അടുത്ത് ഒരു ഉറുദു കത്ത് എഴുതാൻ വേണ്ടിയിട്ട് 2 മാസം കഴിഞ്ഞ് ഒരിക്കൽ വന്നു. ഒരു കത്ത് എഴുതാണ്ടായിരുന്നു. ഇവിടെ രാജസ്ഥാനത്തോ മറ്റോ അജ്മീർക്കോ എവിടെ ഒരു കത്ത് എഴുതാനുണ്ട് എന്ന് വന്നു. രാവിലെ മദ്രസ വിട്ട ഉടനെ വന്നപ്പോൾ ഇപ്പം പറഞ്ഞു, എന്തെന്നറിയോ, ഞാൻ തിരക്കിലാണ്, ഇപ്പോൾ നമുക്ക് ഉച്ചഭക്ഷണം കഴിച്ചാൽ ഞാൻ ഇവിടെ ഒഴിവായിരിക്കും, അപ്പം എഴുതിയാൽ പോലെ ചോദിച്ചു. ആ എഴുതിയാൽ മതിയാ. അയാൾ പോയി. ഇപ്പം തുണിപ്പാക്ക കലക്കി കുളിച്ചു. 100 നിസ്കരിച്ച ഉടനെ അടുത്ത വീട്ടിൽ ഭക്ഷണം ഉണ്ട്, അത് തിന്നു. മനസ്സിലായില്ലേ? ഓനാണ് കുത്താടിയെടുത്തു. പിന്നെ ആ വൈക്ക് പറ്റില്ല. ഓൻ 2 മാസം എന്ത് ചെയ്തു? ഉറുദു ഉസ്താദാ. അതാണ് ഇന്ന് സുന്നികൾക്ക് സുന്നത്യമായതിനുള്ള ബന്ധം. ഇത് ജനങ്ങൾക്കനുസരിച്ച് നമ്മൾ പറയാൻ ഇനിയുള്ള സമൂഹത്തിൽ നടക്കൂല. പിന്നെ നിങ്ങൾക്കിതൊക്കെ നടക്കും. നിങ്ങൾക്ക് അതിന്റെ മഹത്വം വേണം. അതിനങ്ങോട്ടില്ലേനും ഇനി അങ്ങനത്തെ ആളുകൾ നാട്ടിലില്ലേ? ഉണ്ടായേക്കാം, ഉണ്ടാകും. പക്ഷെ ഒരു പുറത്തേക്ക് വരില്ല. അത് കഴിയുമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് കഴിവില്ല. അവരെ ആത്മാർത്ഥമായി അംഗീകരിക്കുന്നില്ല.
അപ്പൊ ഇതാണ് ഇപ്പൊ പറഞ്ഞു കുല്ലുഹും അംനുൽ ലിഖായിഫി. ഈ അമ്പിയാക്കളെല്ലാം ഏത് ഭയപ്പെടുന്നവന്റെയും നിർഭയത്വമാണ്. അവരിലേക്ക് ചേർന്നാൽ ആരും രക്ഷപ്പെടും. അതുപോലെ തന്നെയാണ് ഔലിയാക്കന്മാരും. فموسى وإبراهيم مع نجل مريم لهم رتبة والكل أمن لخائف ولكنما المختار أرفع منصبا ومنه منال الأقدمين الغطار في ولكنما എങ്കിലും അൽ മുഖ്താറായി തെരഞ്ഞെടുക്കപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർഫഉം ഏറ്റവും ഉന്നതനാണ്. മൻസിബൻ സ്ഥാനത്താൽ ഏറ്റവും ഉന്നതൻ ആരാണ്? ഹബീബായ നബിയാണ്. ഇവർക്കൊക്കെ സ്ഥാനല്ലേ, അവരെ കൊണ്ടൊക്കെ രക്ഷപ്പെടും. പക്ഷേ ഏറ്റവും ഉന്നതൻ ആരാണ്? ഹബീബായ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ആ റസൂലിലേക്ക് എന്നും ചേർന്ന് നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വളരെ വളരെ കുട്ടികളെ ഒരു ദുരന്ത കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല എന്നത് ശരി തന്നെ, പക്ഷെ മരിക്കുന്നതിന് ആരും ബേജാറാവണ്ട. എത്രയാണെങ്കിലും ഖബറിൽ എന്ത് പ്രയാസമാണെങ്കിലും ഇന്ന് ഈ ഭൂമിക്ക് മുകളിലുള്ള പ്രയാസം ഖബറിലുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ സത്യം പറയുന്നത്, നമ്മൾ ഈമാൻ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ഭൂമിൻ്റെ മുകളിലുള്ള പ്രയാസം എവിടെ ഉണ്ടാവില്ല? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഭൂമിയുടെ മുകളിൽ ഇന്നത്തെ അവസ്ഥ ഭയങ്കര ഗൗരവമാണ്. കാരണം മനുഷ്യന് എൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായാൽ മതി ഈ മനുഷ്യന്. ഇന്നലെ മുഅ്മിനായ ആളെ ഇന്നലെ വൈകുന്നേരം മുഅ്മിനായ ആൾ ഇന്നലെ രാവിലെ കാഫിറ എന്ന് ഹബീബാ നബി പറഞ്ഞില്ലേ? യുസ്ബിഹു റജുലു മുഅ്മിനൻ വയംസി കാഫിറ. അതെങ്ങനെയാ? എന്തെങ്കിലും നിരീശ്വരവാദികളെ സമ്മേളനം നടത്തിയപ്പോഴത്തേനും അവൻ അവിടെ പോയതാണോ? അങ്ങനെ നിങ്ങളൊക്കെ പോയിക്കൂടെ? പറഞ്ഞ ഇൻഡിവിജ്വലാണ് ഈ പറഞ്ഞ വാക്ക്. ഒരു നാട്ടിലേക്ക് നിരീശ്വരവാദികൾ ചെന്നിട്ട് ആ നാട്ടിൽ മുഅ്മിനായ ആളുകളെ കാഫിറാക്കുന്നല്ല. രാവിലെ മുഅ്മിനായ ആൾ വൈകുന്നേരം കാഫിറാവും. അതേതാ സാധനം? ഓന്റെ കയ്യിലുള്ള എന്ത്? ഈ ഉപകരണം മനസ്സിലായില്ലേ? ഈ ഉപകരണം കൊണ്ട് വൈകുന്നേരം അങ്ങനത്തെ അല്ലാത്തൊരു സാധ്യത അല്ലല്ലോ. രാവിലെ മുഅ്മിനായ ഒരു റയർ കേസ് നബി പറയില്ല. അപൂർവം ലോകത്ത് നടന്നൊരു സംഭവം അല്ല അത്. സാധാരണയാവുന്ന നബിയെ പറഞ്ഞർത്ഥം. രാവിലെ മുഅ്മിനായ ആളുകൾ വൈകുന്നേരം എന്താവും? കാഫിറാകൽ സാധാരണയാവും. രാവിലെ മുഅ്മിനായ ആൾ വൈകുന്നേരം കാഫിറാകൽ സാധാരണയാവും. അപ്പൊ അതിന്റെ മാധ്യമം എന്താ? ഈ ഉപകരണം, ഈ മൊബൈൽ കൊണ്ടുവരുന്നതിനെ കാഫിറാവും. സാധാരണ ഉള്ള ഒരു പകുതി കാഫിറെങ്കിലോ എത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മക്ക് നിസ്കരിച്ച് പോകുമ്പോഴാണ് പോവുക. ഇനിയിപ്പോൾ നബി ചന്ദ്രനെ പിളർത്തിയോ ഉടുമ്പ് സംസാരിച്ചോ അതൊന്നും ഇപ്പോൾ പറയണ്ട. അതൊക്കെ പറയാം മറ്റേ പഴയ കാലത്തെ അന്തം കുന്തം ഇല്ലാത്ത മൂല്യന്മാർ, ഇംഗ്ലീഷ് അറിയാത്തോല്, ഓർക്കൊന്നും എന്താ ഓലൊക്കെ പറഞ്ഞല്ലേ. അതല്ലേ പറഞ്ഞു. അവർക്കൊന്നും വിവരമില്ലാത്ത അല്ല. ഓരോ എന്നിട്ട് പറയും ചെയ്ത് ഓരോ കുറ്റമല്ല, അവർക്ക് വിവരമില്ല, ഇംഗ്ലീഷ് അറിയില്ല. നമ്മളെ കോമുലൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ മൊയ്തീൻ ശേഖർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ എന്തായി അങ്ങനെ കോയിനെ പറപ്പിച്ചു. അപ്പം മറ്റും ചിരിച്ചുകൊണ്ട് പറയും, കോമുലാക്കാനെ കുറ്റമൊന്നും പറയണ്ട, പാവം, വിവരമില്ല. ആ ജാതി വർത്താനം ഇനി പറഞ്ഞു നടക്കിയത്. ലോകം പുരോഗമിച്ചു കഴിഞ്ഞു. ഒന്നും പറയണ്ട ഉറപ്പേ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പം പിന്നെ കുറച്ച് ഞാൻ ഓൻ ആരാവും? പഠിച്ചോന് കുലിശയും കതീർ എല്ലാം ഓന് നടക്കുന്ന എല്ലാം നടക്കുന്നു അങ്ങനെ എല്ലാം നടക്കുന്നു. എന്നാ പഠിച്ചോൻ ഒരാൾ എന്നോട് ചോദിച്ചാൽ പഠിച്ചോന് മരിക്കാൻ കഴിയൂല. അവനെ എല്ലാം ഓന് കഴിയുന്നുണ്ട്. മുസ്താഹിലായ സിഫത്താണ്, അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതൊക്കെ നിങ്ങൾ മൂല്യന്മാർ പറഞ്ഞുണ്ടാക്കിയല്ലേ. ഓനെല്ലാം കഴിയുന്ന പറഞ്ഞാൽ ഓന് മരിക്കാനും കഴിയണ്ടേ? എന്നാൽ നിങ്ങൾക്ക് ചിലതൊക്കെ കഴിയുന്ന അങ്ങനെ ആക്കിക്കൂടെ? ഒരു മനുഷ്യൻ ചോദിക്കുകയാണ് എന്ത് പഠിച്ചവനെല്ലാം കഴിയുന്നല്ലോ ഉസ്താദേ. അങ്ങനെയാണ്. പക്ഷെ മരിക്കാൻ കഴിയൂല. അപ്പം പിന്നെ ഞങ്ങൾ എല്ലാം കഴിയുമെന്ന് പറയുന്നത് എന്തിനാ? നിങ്ങൾക്ക് ഇങ്ങനെ അറിയണ്ടേ? കുറച്ച് ചിലതൊക്കെ കഴിയാത്തവും ഉണ്ടേട്ടാ. ആരാ ചോദിക്കണം? 10ാം ക്ലാസ് മദ്രസയിൽ പഠിച്ചോ? മുസ്തഹിലായ സിഫത്ത്, വാജിബായ സിഫത്ത്, ജായിസായ സിഫത്ത് എന്നൊക്കെ പറയുമ്പം അതൊക്കെ നിങ്ങൾ മൂല്യന്മാരുണ്ടാക്കിയ നോണല്ലേ? നിങ്ങൾ ബഹുവാല കുലി ചെയ്യുന്ന കതിർന്നല്ലേ പറയണത്.
ഇപ്പോൾ മുസ്ലിം പണ്ഡിതന്മാർ കേരളത്തിൽ ഗവേഷണത്തിന് ഭയങ്കര ഗവേഷണം. എന്താ ഗവേഷണം? ആയിഷ ബീവിക്ക് 25 വയസ്സാക്കാനുള്ള പണിയാണ്. ഭയങ്കരം. ആയിഷ ബീവിന് വയസ്സ് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു മൗലവി കണ്ടെത്തുന്നത് 15 വയസ്സ്, ഒരു മൗലവി കണ്ടെത്തിയത് 18 വയസ്സ്. മനസ്സിലായില്ല? അതായത് 9 വയസ്സിൽ ആയിഷ ബീവിയെ നബി കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ നബിക്കൊരു മോശമുണ്ട്. അപ്പം നബിയെ മോശത്തിന് രക്ഷപ്പെടുത്താനാണ് ഗവേഷണം. ഓ, നിങ്ങൾക്ക് അവിടെ അബ്ദുൽ കൗസർ നിന്ന് വേറെ സൂപ്പർ കൗസർ ഉണ്ടാക്കി തരും. അബ്ദുൽ കൗസറിന്റെ അവിടെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു VIP ലോഞ്ച് ഉണ്ട്. കാരണം ഇവർ നബിയെ രക്ഷപ്പെടുത്തിയവരാണ്. കാരണം 9 വയസ്സിൽ കല്യാണം കഴിച്ച് 10ാമത്തെ വയസ്സ് വീട്ടിൽ കൂടി എന്ന് പറഞ്ഞാൽ അത് നടക്കൂല. 53 വയസ്സായ ആൾ ഒരു 9 വയസ്സായ പെണ്ണിനെ എൻ്റെ ഭർത്താവായി എന്ന് പറഞ്ഞാൽ അതവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അവർ എന്ത് ചെയ്തു? അത് ബുഖാരിക്കൊക്കെ തെറ്റുപറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട് അടിച്ചിട്ടു. എവിടേക്ക്? 18, 15 ഒമിൻഹും. അതിൽ 15 വയസ്സാണ് ആയിഷ ബീവിക്കെന്ന് പറഞ്ഞവരുണ്ട്, 18-ലെത്തിയവരുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 24-25 എത്തിക്കും അടുത്ത്. ആരെ? അപ്പൊ സിറ്റിംഗ് ആയി ചെയ്തു. ആയിഷ ബീവിനെ കേട്ടാൽ മറ്റേ നബിയെ രക്ഷപ്പെടുത്തണം. കാരണം ബാലവിവാഹം. ഓ, ബാലവിവാഹം. നബി ബാലവിവാഹം എന്ന് പറയുന്നതോടുകൂടെ നബി ആരായി? ബാലവിവാഹം ചെയ്തു എന്ന് പറഞ്ഞതോടുകൂടെ നബി ആരായി? അയോഗ്യനായല്ലോ. അപ്പൊ ബാലവിവാഹം ചെയ്തിട്ടില്ല. ആയിഷ ബീവി എത്ര വയസ്സുണ്ട്? 18 വയസ്സുണ്ട്. 15 എന്ന് പറഞ്ഞവരും ഉണ്ട്, 18 എന്ന് പറഞ്ഞവരും ഉണ്ട്. എന്തൊരു കാലം! എന്താ ഇവരുടെ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഋതുമതിയായതിനു ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ കല്യാണം കഴിച്ചത്. എന്താ നിങ്ങൾക്ക് പറയുള്ളത്? നാച്ചുറൽ സിസ്റ്റം അനുസരിച്ച് ഒരു പെണ്ണ് ഋതുമതിയാകൽ എപ്പോഴാണ്? സിസ്റ്റം അനുസരിച്ച് ഒരു പെണ്ണ് എപ്പോഴാണ് ഋതുമതിയാവുക? ഒരു പുരുഷന് ആ പെണ്ണിനെ പ്രാപിക്കാനുള്ള സമയത്തിന് നാച്ചുറലായ ഒരു സിസ്റ്റമാണ് എന്ത്? ഋതുമതിയാവുക. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു പെണ്ണ് ഋതുമതിയായി, ഹൈറിന് രക്തം വന്നു, ഋതുമതിയായി, പീരിയഡായി. എന്തിനാ പീരിയഡാണ്? കുട്ടിയൊക്കെ പീരിയഡ് ആവൂല. അപ്പൊ 9 വയസ്സ് ആയി കഴിഞ്ഞ് ഋതുമതിയായാൽ ഈ പെണ്ണ് പിന്നെ എന്തല്ല? ഇത് കുട്ടിയല്ല, ഇത് പെണ്ണായി. നീ കെട്ടിക്കാതിരിക്കാം, അപ്പൊ തന്നെ കെട്ടിക്കാതിരിക്കാം. നബിമാരെ കുറ്റവാളിയാക്കി കോടതിയെ കയറ്റാൻ എന്നും കഴിയും. അതിന് ആയിഷ ബീവിനെ മാത്രം ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഖദീജ ബീവിനും നീ കല്യാണം കഴിച്ചതിനും കുറ്റം കണ്ടെത്താൻ കഴിയും. പണം മോഹിച്ചാണ് ഖദീജ ബീവിനെ കല്യാണം കഴിച്ചതെന്ന് വാദിക്കുന്നവരില്ലേ? പണം മോഹിച്ചാണ് ഖദീജ ബീവിയെ കല്യാണം കഴിച്ചതെന്ന് പറയുന്നവരില്ലേ? വിശ്വാസിയെ പറഞ്ഞാൽ കാഫിറാവും. എന്തുകൊണ്ട്? അല്ലാഹു തആല എന്ത് വേണമെങ്കിലും കിട്ടുന്ന ആളല്ലേ മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിൽ ഒരു പണത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ആളല്ലേ മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ ഈ മൊയ്സത്തുകൾ ഇന്ന് കറാമത്ത് വെട്ടി നാളെ മൊയ്സത്ത് വെട്ടും. ഇപ്പൊ തന്നെ മൊയ്സത്ത് ചിലത് പറയാത്തവരുണ്ടാവും. ഇനി കറാമത്തും വെട്ടി മൊയ്സത്തും വെട്ടി ഒക്കെ വെട്ടി എല്ലാം വെട്ടും. നമ്മൾക്ക് എല്ലാവരും എന്ത് പറയും? അപ്പൊ വേറൊരു കൂട്ടരുണ്ട്, നിങ്ങൾ ഞങ്ങളെ കണ്ടുപിടിക്കും. ഞങ്ങളെ പള്ളിയിൽ ആ പരിപാടിയൊന്നുമില്ല, നമ്മൾക്ക് ഇതൊന്നുമില്ല. നമ്മളെ മൗലൂദുമില്ല, അദ്ദാദുമില്ല, റാത്തീബുമില്ല, ഒന്നുമില്ല. ഞങ്ങൾ തൊള്ളിയിൽ വിരലിട്ടാൽ കടിക്കൂല. ഞങ്ങൾ കുറച്ച് പൊറാട്ടയും മീൻ കറി ഉണ്ടാക്കും, ചിലപ്പോൾ ചപ്പാത്തിയും ഇറച്ചിക്കറി ഉണ്ടാക്കും. അത് ഞങ്ങളെല്ലാവരും തിന്നും. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും നിസ്കരിക്കാൻ ക്ഷണിക്കും. അതിനിപ്പോൾ ആർക്ക് വിരോധമല്ലല്ലോ. ഇല്ല, നിസ്കാരത്തിൻ്റെ അവർക്ക് പറ്റിയിട്ടില്ല. അവർക്കൊക്കെ ഇനി ചാൻസ്. നീ സുന്നികളെ ആ കൊലത്തിലോ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതാണ് യാതൊരു സംശയവും വേണ്ട. 2-3 കൊല്ലം കൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ തന്നെ ലിബറലിസ്റ്റുകളാവും. ഇപ്പോൾ ഇവർ ലിബറലിസ്റ്റുകൾ ആയ വിവരം ഇവരെ അറിയാത്തത് കൊണ്ടാണ്. ഈ ഉന്നതന്മാരായ പണ്ഡിതന്മാർ തന്നെ നിലവിൽ ലിബറലിസ്റ്റുകളാണ്. ഇപ്പൊ CM വലിയുള്ളവർക്ക് നടക്കാത്ത കാര്യം എന്താ?
നടന്നോ ഇല്ലേ എന്നുള്ളതല്ലല്ലോ വിഷയം. നടക്കാത്ത കാര്യം ഇല്ല. അള്ളാഹു ആകാൻ കഴിയില്ല, നബി ആകാനും കഴിയില്ല, ബാക്കിയൊക്കെ കഴിയില്ല. എന്താ കഴിയത്ത്? ആരാണെങ്കിൽ വലിയാണെങ്കിൽ, വലിയ അല്ലെങ്കിൽ എന്തിനാണ് ചങ്ങായിമാരെ നിങ്ങൾ കൊല്ലത്തിൽ അവിടെ ഉറൂസിന് പോയിട്ട് കവർ വാങ്ങിപ്പോരുന്നത്? ഈ CM അവിടെ പോയിട്ട് നിങ്ങൾ കവർ വാങ്ങിപ്പോരുന്നുണ്ടല്ലോ നിങ്ങൾ മൂല്യന്മാർ. കൊല്ലത്തിൽ CM ഉറൂസിന് പോയിട്ട് കള എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വലിയൊരു കവർ വാങ്ങി നിങ്ങൾ പോയിട്ടുണ്ടല്ലോ. നിങ്ങളിത് ചിന്തിക്ക്. CM എന്താ നടക്കാത്ത? അള്ളാകാൻ കഴിയില്ല, റസൂലാകാനും കഴിയില്ല. ബാക്കി അവർ ചെയ്തോ ചെയ്തില്ലേന്നല്ല, അവർക്കതിന് കഴിയും. ഭൂമി ഒരു ഉണ്ട പോൽ എൻ കയ്യിൽ എന്നോവർ എന്ന് മൊയ്തീൻ ഷേഖ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞിട്ടുണ്ടല്ലോ. പറ ഭൂമി ഒരു ഉണ്ട പോൽ എൻ കയ്യിൽ എന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുമടെന്നോവർ. ശരി, ഇവിടെ കൊടുക്കുക. ഭൂമി ഒരു ഉണ്ട പോലെ എൻ കയ്യിൽ എന്നോവർ. അപ്പൊ ഭൂമി എനിക്ക് ഒരു ഉണ്ട പോലെ കൈ പിടിക്കാൻ കഴിയും. ഇതാണല്ലോ പച്ച മലയാളത്തിൽ എന്നെ മയന. ഇതാര് പറഞ്ഞു? എൻ്റെ CM പറഞ്ഞൂടെ ഭൂമി ഒരു ഉണ്ട പോൽ എൻ കയ്യിൽ നിന്ന്? അതൊന്നും പറയാൻ കഴിച്ചില്ല. അങ്ങനെ ഉണ്ടോ? ഭൂമി ഒരു ഉണ്ടാക്കിയിട്ട് മൊയ്തീൻ ഷേഖിനൊക്കെ കഴിയുള്ളൂ. അതിന് വേറൊരു ഡിഗ്രിയും കൂടി പാസ്സാണ്ടിയിരുന്നു. അത് കഴിയാത്തതുകൊണ്ട് CM ഉണ്ടാക്കാനൊന്നും കഴിയൂല. CM ആണെങ്കിൽ പത്തിരിയാക്കാൻ കഴിയും. അങ്ങനെയാണോ? എടാ, പോത്തിൻ്റെ ബുദ്ധി ഒരു തലകെട്ടിയൊരു കാര്യമില്ല. ബുദ്ധി പോത്തിൻ്റെ കെട്ടുപോലെയായിരുന്നു. ഭൂമി ഒരു ഉണ്ട പോൽ എൻ കയ്യിൽ എന്നോവർ എന്ന് പറയാൻ CM വലിയുള്ളവർക്ക് കഴിയൂലേ? സുന്നികളോടെ ചോദിക്കണം. അങ്ങനെ കഴിയും എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, 4 ആൾ സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ നിങ്ങൾ എന്താ പറയാ? CM അവിടേക്കൊന്നും എത്തിയിട്ടില്ലെന്നോ? ഭൂമി നിങ്ങളിത് മൊഹിദ്ദിമാല നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ സമസ്ത, അല്ലാതെ ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങാൻ വേണ്ടി ഉണ്ടാക്കിയാലല്ല. അത് നിങ്ങൾ പോക്കറ്റിൽ താത്താൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങിയത്. നിങ്ങളെ പോക്കറ്റ് നിറക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയത്. അതിനിവിടെ സർക്കാരുണ്ട്. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട ബാധ്യത നിങ്ങളെ വാപ്പാക്കല്ല, സർക്കാരിനാണ്. അത് നിങ്ങൾ മുണങ്ങാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഇംഗ്ലീഷ് മീഡിയം. സമസ്ത ഉണ്ടാക്കിയത് ഇംഗ്ലീഷ് മീഡിയം തുടങ്ങാനല്ല, സമസ്ത ഉണ്ടാക്കിയത് മൊഹിദ്ദിമാല നിലനിർത്താനാണ്. അതിൻ്റെ മാനിഫെസ്റ്റോയിൽ എഴുതിയിട്ടുണ്ട്. ആ മൊഹിദ്ദിമാല ഇന്ന് സുന്നികൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ എന്നാ എൻ്റെ ചോദ്യം. ഇന്നത്തെ ഭാഷയിൽ അന്നത്തെ ഒരു CM ആണല്ലോ മൊയ്തീൻ ഷേഖ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അന്നത്തെ CM മൊയ്തീൻ ഷേഖാണ്, ഇന്നത്തെ മൊയ്തീൻ ഷേഖ് CM ആണ്. അങ്ങനെ തന്നെയാണോ? അല്ലേ? അന്നത്തെ ഒരു CM ആണ് മൊയ്തീൻ ഷേഖ്, ഇന്നത്തെ മൊയ്തീൻ ഷേഖാണ് ആര്? CM ആയിക്കോട്ടെ. അപ്പൊ ഭൂമി ഒരു ഉണ്ട പോലെ എൻ കയ്യിൽ എന്നോവർ എന്ന് CM പറയാൻ കഴിയുമല്ലേ? അത് മൊയ്തീൻ ഷേഖിനെ പറയുള്ളൂ, CM പറയാൻ കഴിയൂല എന്ന് എഴുതിയ രേഖ സുന്നിയാണെന്ന് കാണിക്ക്. എനിക്കൊന്ന് കാണാനാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഈച്ചക്കാത്തിപ്പുണ്ട്, ലൈഫായ കാത്തിപ്പ് എഴുതി വെച്ചത് കാണിക്കടാ, ആണുങ്ങളാണെങ്കിൽ. സുന്നി മൂല്യന്മാരെ, നിങ്ങൾ CM പരിധി വെക്കുന്നത് എവിടെയാണ്? ചെയ്തോ ചെയ്തില്ലേന്ന് വേറെ കാര്യം, വലിയ നടക്കാത്ത കാര്യം എന്താ? അത് വലിയന്റെ കുതിരത്തല്ലല്ലോ, ആരുടേതാണ്? വലിയന്റെ കുതിരത്തല്ല, ആരുടേതാണ്? അള്ളാഹുവിന്റെ അല്ലേ? എനിക്കെന്തിനും ബേജാറാണ്. അതൊന്നുമല്ല. നമ്മൾ ചെരുപ്പിനൊപ്പിച്ച് എന്ത് ചെയ്യാണ്? കാല് മുറിക്കാണ്. നാളെ അവർ പറയില്ലേ എന്ത് ചന്ദ്രനെ പുലർത്തിയില്ല? അപ്പൊ നമ്മളും എന്ത് പറയേണ്ടി വരും? പുലർത്തിയിട്ടില്ല. മറ്റന്നവർ പറയില്ലേ മൊയ്സത്തിന് കയറിയിട്ടില്ല? അപ്പൊ സുന്നി പള്ളികളിൽ തന്നെ മോദിയമാർ എന്ത് പറയും? പണ്ട് വിവരമില്ലാത്ത കാലഘട്ടത്തിൽ പറയടോ, നല്ല അലച്ച് പറിച്ച വാക്ക് പറ. പണ്ട് വിവരമില്ലാത്ത കാലഘട്ടത്തിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇത്രയൊന്നും പുരോഗമിക്കാത്ത കാലഘട്ടത്തിൽ നബി ആകാശത്ത് പോയി എന്ന് വാദിച്ചവരുണ്ടായിരുന്നു. അതൊക്കെ പഴയകാലത്തെ വിവരമില്ലാത്ത ആളുകൾ, ജനങ്ങൾ പറയുന്നത് ഏറ്റുപറയേണ്ട വിഡിത്തമൊന്നും ഇന്ന് ആധുനിക സുന്നികൾക്ക് ഇല്ല. ഓൻ അവിടുത്തെ എന്തായിരിക്കും എന്താ പറയാ, CKSF കുളാണ്ടറായിരിക്കും. ഓൻ എന്താ പറഞ്ഞു? മറ്റൊരു മൂക്കിൽ വരലിട്ട് ശരിയാണ്. നിങ്ങളൊന്നും വിചാരിക്കരുത്. വിചാരിച്ചാൽ എനിക്കൊരു കുന്തമല്ല. ഞാൻ പറഞ്ഞ മരിച്ചോല എനിക്കിഷ്ടം. ഈ ദുനിയാവിൽ ഇന്ന് ജീവിക്കുന്നതിനേക്കാൾ നല്ല മരിച്ചോലാണ്. കാരണം ഈമാൻ ഓരോ സെക്കൻഡ് നഷ്ടപ്പെടുന്നു. ഈമാൻ നിസ്കാരമല്ല, നോമ്പല്ല. നിസ്കാരത്തിന് ആർക്കൂടെ പ്രശ്നമല്ല. 8 റക്അത്ത് നിസ്കരിച്ചാൽ ആർക്കാ പ്രശ്നം? ഇത് കറാമത്ത് പറഞ്ഞ പ്രശ്നമാണ്, ഇത് മൊയ്സത്ത് പറഞ്ഞ പ്രശ്നമാണ്, ഇത് വലിയുണ്ട് എന്ന് പറഞ്ഞ പ്രശ്നമാണ്, നബിക്ക് കഴിവുണ്ട് പറഞ്ഞ പ്രശ്നമാണ്, ഐഷാബിനെ കിട്ടിയ പ്രശ്നമാണ്. ഞാൻ നിസ്കരിച്ചോ?
ഇനിയിപ്പോൾ നിരീശ്വരവാദികളെ ഞങ്ങളോട് എന്ന് പറയും, ശല്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ നിസ്കരിച്ചോളി, നമ്മൾ കുഴപ്പമുണ്ടാകുന്നില്ലല്ലോ, നിങ്ങൾ ഈ ജാതി വർത്താനം പറയരുത്, നിങ്ങൾ നബി അത്ര വലിയ മഹാനാ ഇത്ര വലിയ മഹാനാ അതൊന്നും പറയണ്ട, നിങ്ങൾ എന്ത് ചെയ്തോളി, നിസ്കരിച്ചോളി. ഇനിയിപ്പോ എക്സ് മുസ്ലിം തന്നെ ഒരു കല എന്ന നിലയിൽ, ഒരു സാമ്പ്രദായിക ശൈലി എന്ന നിലയിൽ വേണമെങ്കിൽ എന്താ അറിയാ, ഒരു മെഡിറ്റേഷൻ എന്ന നിലയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സ് മുസ്ലിം എന്ത് തുടങ്ങാം, എക്സ് മുസ്ലിം നിസ്കാരം. നിങ്ങൾക്ക് ഇത് പ്രശ്നമാണ്. അപ്പൊ എക്സ് മുസ്ലിമായ ഇസ്ലാം മതത്തിന് പുറത്തു പോയ ആളുകൾ എന്ത് പറയും, അതൊരു മെഡിറ്റേഷൻ ഉപകരിക്കും. ഓഹോ, അപ്പൊ അവരെന്ത് തുടങ്ങി, എന്തൊരു കൗമാണ്, നിസ്കാരം തുടങ്ങി. 5 വക്ത് നിസ്കാരം പോലെ അംഗീകരിച്ചു. എന്റെ എക്സ് മുസ്ലിമിന് നിസ്കാരം അംഗീകരിച്ചൂടെ? നിസ്കാരം ഓലെ ന്യായം പറയും, എന്തിനു ഉപകരിക്കും, മെഡിറ്റേഷൻ ഉപകരിക്കും. എന്തും അംഗീകരിക്കൂല. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയുള്ള നബിയായിരുന്നു എന്നും മഹാത്ഭുതങ്ങളുടെ ലോകം കണ്ട മഹാനാണെന്നും അതൊരംഗീകരിക്കൂല. എന്തംഗീകരിച്ചേക്കാം? നിസ്കാരം, നോമ്പ് അംഗീകരിച്ചേക്കാം. എന്തുകൊണ്ട്? അതിൽ ചില ശാരീരിക ഗുണങ്ങൾ ഉണ്ട്. ഹജ്ജ് അംഗീകരിച്ചേക്കാം. എന്തുകൊണ്ട്? അതിൽ യാത്ര ഉണ്ട്, നാടുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല നാട്ടുകാരുമായും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഒക്കെ വലിയ ഗുണമുള്ള കാര്യമാണ്. മനസ്സിലായി? അമേരിക്കക്കാരനെ സുഖത്തിൽ കാണാനുള്ള പരിപാടിയാണ് എന്ത്? ഹജ്ജ്. അപ്പോൾ അവർക്ക് എന്ത് ന്യായം പറയാം? ദേശാന്തര ഗമനങ്ങൾക്ക് ആൽക്കിത്തേച്ച വാക്ക് പറയണോ? ഹജ്ജിൽ എന്താണ്? ഹജ്ജിൽ എന്തുണ്ട്? ദേശാന്തര ഗമനങ്ങൾക്ക് വലിയ ഉപകാരങ്ങൾ ഉണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ മഹത്വം മറ്റു രാജ്യങ്ങളിൽ എത്തിക്കാനുള്ള ഏറ്റവും നല്ല സംവിധാനമായി എന്ത്? ഹജ്ജിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അപ്പൊ ഹജ്ജ് അംഗീകരിക്കും. നോമ്പ്, സക്കാത്തിനൊക്കെ അംഗീകരിക്കാലോ. എക്സ് മുസ്ലിമിന് എന്തോ അംഗീകരിക്കാലോ. ഞങ്ങൾ എണ്ണം അംഗീകരിച്ചില്ലെങ്കിലും സക്കാത്തിൽ സാധാരണ ജനങ്ങൾക്ക് നൽകുന്ന ഉപകാരങ്ങളുണ്ട്. അതുകൊണ്ട് എക്സ് മുസ്ലിം സംഘടന സക്കാത്തിനെയും അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ മെഡിറ്റേഷൻ എന്ന നിലയിൽ നിസ്കാരം അംഗീകരിക്കാം, ശാരീരിക ഗുണം എന്ന നിലയിൽ നോമ്പ് അംഗീകരിക്കാം, സാധുക്കൾ കൊടുക്കുന്ന ഉപകാരം എന്ന നിലയിൽ സക്കാത്ത് അംഗീകരിക്കാം, രാജ്യാന്തര ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള ഏറ്റവും നല്ല സംവിധാനം എന്ന നിലയിൽ ഹജ്ജ് അംഗീകരിക്കാം. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് മുസ്ലിമായാൽ എക്സ് മുസ്ലിമായാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ ഇനി എക്സ് മുസ്ലിമിന്റെ ആളെക്കൂട്ട നല്ല വയ്യപ്പി പറഞ്ഞു, ഇതിനിവിടെ പ്രശ്നമല്ല. എക്സ് മുസ്ലിമിന്റെ ആളുകൾ പറഞ്ഞു, സി രവീന്ദ്രനോ മറ്റോ നാളെ പറയാണ് എന്ത്, നിങ്ങൾ അവിടെയുള്ള കലാകായിക സംഗതികളുമായി വിവരങ്ങളുമായി നിങ്ങൾ ഞങ്ങളെ കൂട്ടത്തിൽ വരുന്നതാണ്, നിങ്ങൾക്ക് സ്വാഗതം. അപ്പൊ ഇഷ്ടം പോലെ ആളുകൾ അങ്ങോട്ട് പോകണ്ടാവും. എന്തുകൊണ്ട്? അവർക്ക് നിസ്കരിക്കാൻ കഴിയൂല, നോമ്പ് കൊടുക്കാതിരിക്കാനും കഴിയൂല, സക്കാത്ത് കൊടുക്കാതിരിക്കാൻ കഴിയൂല, ഹജ്ജ് ചെയ്യാതിരിക്കാൻ കഴിയൂല. മറ്റോ വിശ്വാസം അത് പണ്ടേ പോലെ ഒഴിവാക്കിയിരുന്നു. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിൽ മനസ്സിലായിക്കോളി. അപ്പൊ എക്സ് മുസ്ലിമിനും ചെയ്യാവുന്നതാണ് എന്ത്? നിസ്കാരം. ഓൽക്ക് എന്ത് നടക്കൂല? ഖദീറായ റബ്ബുൽക്ക് ഉണ്ടാവില്ല, പിന്നെ ഒരു വഹയുള്ള നബിയും ഉണ്ടാവില്ല. അത് നമ്മളെ കൽബിലില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. നിസ്കാരം നോമ്പൊക്കെ നടത്തി, വിശ്വാസം നമ്മൾ പണ്ടേ ഒഴിവാക്കി. പരലോകത്ത് പോയിട്ട് ഇനി അഥവാ അതൊക്കെ ഉണ്ടെങ്കിലോ കുടുങ്ങണ്ട. ജബ്ബാർ മാഷ പ്രസംഗം കേട്ട് വന്ന ഒരാൾ പള്ളിക്ക് വന്നു. ഞാനാണ് ഇമാമ് പള്ളിയിൽ. ധൃതി പിടിച്ച് മഗ്‌രിബിന് ഓടി വരിക. കുറച്ച് നേരത്തെ വരുന്ന ആളാണ്. അയാൾ എനിക്ക് ചായ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഇത്തപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അയാൾ ഇന്നെ അസർ നിസ്കാരം കഴിഞ്ഞ് പോയപ്പോൾ ചായയൊക്കെ വിളിച്ചു. അപ്പം ഞാൻ പോയില്ല. 1-2 ആളുകളുണ്ട്, ഞാൻ പോയില്ല, എനിക്ക് തിരക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ പള്ളിയിലെ തൂക്കുപാത്രം കൊണ്ടുപോയി ഞങ്ങൾ ചായ കൊണ്ടുവരാം സാധാരണ ഇവർ പോയി. മഗ്‌രിബായ ചായ കൊണ്ടുവന്നില്ല. അപ്പം ഞാൻ ഇവർക്ക് എന്ത് പറ്റി നമ്മൾ ബേജാറാവുമല്ലോ. എന്തില്ലേനും നമുക്ക് ചായോട്ട് കിട്ടിയതില്ല. അസനേശ്വർ ചായ നല്ലല്ലേ. മഗ്‌രിബ് ആകണ നേരത്തെ ഒരു പാഞ്ഞ് വന്നിട്ട് പറഞ്ഞു, ജബ്ബാർ മാഷ പ്രസംഗം ഉണ്ടായിരുന്നു അങ്ങാടിയിൽ, ഞങ്ങൾ കേട്ടു നോയി. നിങ്ങളൊരു പാഞ്ഞ് വരുന്നത് എനിക്ക് ചായ തരാനല്ല, മഗ്‌രിബ് നഷ്ടപ്പെടാതൊക്കെ വേണ്ടി അവർ പാഞ്ഞ് വന്നത്. ഇത് പറയുന്നത് പ്രസംഗം കേൾക്കണോ, നമ്മൾക്ക് തോന്നിപ്പോ കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്തും കാര്യമുണ്ട്. അപ്പൊ കുറച്ചൊക്കെ യുക്തിവാദി നിരീശ്വരവാദിയായ ജബ്ബാർ മാഷ് പറഞ്ഞിടത്തും കുറച്ചൊക്കെ കാര്യമുണ്ട് ഞങ്ങൾക്ക് തോന്നിപ്പോയി. അപ്പോ എന്താ ജബ്ബാർ മാഷ് പറഞ്ഞത്? നബി ശരിയല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ശരിയല്ല എന്നല്ല പറയാ, വേറെ വാക്കായി ഞാൻ പറയില്ല, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹ് ഇല്ല,
അങ്ങനെ പഠിച്ചോനൊന്നും ഇല്ല. ഇതാണല്ലോ പറയാള്. കുറച്ചൊക്കെ അതിലും കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പഠിച്ചോനും നബിയൊന്നും ശരിയല്ലാതിരിക്കാനും അല്ലാതിരിക്കാനും നബി ശരിയല്ലാതിരിക്കാനും സാധ്യത ഉണ്ട്. പക്ഷെ പാഞ്ഞു വരികയാണ് എന്തിന്? പിന്നെന്തിനാ മാരി നിസ്കരിക്കാൻ വന്നു? ഞാൻ 30 കൊല്ലം 10 കൊല്ലം ആലോചിക്കുന്നത് എന്തിനാ ബലത്തിൽ വന്നു മാരി എന്ത്? അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഉത്തരം എങ്ങനെയാണ്? ചിലപ്പോൾ ബൈ ചാൻസ് നരകമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഉണ്ടാവണ്ട, കുടുങ്ങേണ്ട. ജബർമാഷ പ്രസംഗം കേട്ട സ്ഥിതിക്ക് നരകം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇല്ല. അതേ സമയത്ത് ഉണ്ടാകുകയാണെങ്കിലോ കുടുങ്ങും വേണ്ട, നമുക്ക് നിസ്കാരം ഉണ്ടാക്കാം. അപ്പൊ ഈ എക്സ് മുസ്ലിം എന്തും കൂടിയാണ് അഡപ്റ്റ് ചെയ്താൽ മതി. ഇഷ്ടം പോലെ ആളെ കിട്ടും. ആൾക്ക് പ്രശ്നം നിസ്കരിക്കാൻ കഴിയാത്തുള്ള പ്രശ്നം. മുസ്ലിം പണ്ഡിതന്മാർക്ക് വരെ പ്രശ്നം നിസ്കാരം തടയലാണ്. വിശ്വാസം എന്നോ പോയി കഴിഞ്ഞു. സത്യാണോ അല്ലേ? വിശ്വാസം പോയി കഴിഞ്ഞു. ഹബ്ബത്തിരിഹുൽ ഈമാൻ, ഈമാന്റെ കാറ്റ് പറന്നുപോയി. അതില്ല. ഈ എക്സ് മുസ്ലിം സംഘടനകളൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ ഒരിക്കൽ നിങ്ങൾക്ക് ആളെ കൂട്ടുള്ള ബയ്യ പറഞ്ഞിരുന്നു. നിസ്കാരമൊക്കെ തുടങ്ങിയ ആളങ്ങ് കിട്ടും. ജനങ്ങൾക്ക് പ്രശ്നം എന്ത്? നിസ്കരിക്കാൻ. കാരണം കുട്ടിക്കാലം മുതലേ തുടങ്ങിയതുകൊണ്ട് എന്ത് കഴിയൂല? നിസ്കരിക്കാൻ നിർത്താൻ കഴിയൂല. ഒരു മുസ്ലിമിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു മുസ്ലിം പെണ്ണ് വന്നാൽ അവൾ ന്യായം പറയും. എന്ത്? നിസ്കാരം ഞാൻ നിർത്തൂല, ഞാൻ നിസ്കാരം നോമ്പ് നിർത്തിയിട്ട് ഓൻ്റെ ഒപ്പം കഴിയൂല. അതും നിങ്ങൾ കണക്കാക്കണ്ട. അപ്പം ഉമ്മ പറയും എന്ത്? ഓൾ പറയണ നിങ്ങൾ കേട്ടില്ലേ? എന്ത് ഓള് നിസ്കാരം. അപ്പൊ ബാപ്പാക്കും സമാധാനം. ഇപ്പൊ ഇവിടെ ആകെ ബാക്കിയുള്ളത് എന്താണ്? നിസ്കാരം. CM-ഉം മറ്റേ RM ഒക്കെ പോയി, നബിയൊക്കെ എന്നോ പോയി. നബി ആയിഷ ബീവിനെ കല്യാണം കഴിക്കണോട് കൂടെ നമ്മൾ ഒന്നിരിക്കൽ ആയിഷ ബീവിനെ ഭരിച്ച് നീട്ടി ഇങ്ങോട്ടാക്കും, അല്ലെങ്കിൽ ആയിഷ ബീവിനെ നബിയെ ഒന്നിച്ച് നമ്മൾ തള്ളു. ആ പരിപാടി നടക്കില്ല. ബാലവിവാഹത്തിന് തീരുമാനം ഉണ്ടാക്കി വന്നാൽ മതി. നിസ്കാരം ഞങ്ങൾ നിർത്തൂല, നിസ്കാരം നിർത്തൂല, നബിന്റെ പരിപാടി വിടാവില്ല. സത്യല്ലേ? ജനങ്ങൾ അമൽ കൊണ്ടാണ് തൃപ്തിപ്പെടുന്നത്. അമൽ നടത്താൻ വേണ്ടി സംഘടനകൾ ഇതാണ്. ഒരാൾ നിസ്കരിക്കാൻ ക്ഷണിച്ച ഓൻ മഹാനാകുകയാണ്. അതേസമയത്ത് അഖീദ പറഞ്ഞാൽ ഓൻ കള്ളനാകുകയാണ്. അഖീദ പറഞ്ഞാൽ കള്ളനായി. അഖീദ പറയേയില്ല. ഏത് അഖീദ? പുതിയൊരു അഖീദ ഉണ്ട്. യൂറോപ്പിൽ നിന്ന് കടമെടുത്ത വഹാബിസം. അത് യൂറോപ്യൻ അഖീദയാണ്. അത് യൂറോപ്യൻ അഖീദയാണ്. അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരും. അതൊക്കെ എനിക്ക് അല്ലാഹു തആല ഒരു 5 കൊല്ലത്തെ ആയുസ് തന്നാൽ വഹാബി അഖീദ, ഈ യൂറോപ്യൻ അഖീദയാണെന്ന് ഞാൻ കേരള ജനത്തെ പഠിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അതൊക്കെ നിങ്ങളിഷ്ടം. സ്വീകരിക്കാലും നിങ്ങളിഷ്ടം. അതൊക്കെ നിങ്ങളിഷ്ടം. തിരുദൂതർ എന്ന പുസ്തകം ഞാൻ എഴുതി. ആ പുസ്തകത്തെ നിഷേധിക്കുന്ന ആ പുസ്തകം നിരുത്സാഹപ്പെടുത്തുന്ന എത്ര മൂല്യന്മാർ കേരളത്തിലുണ്ട്. അതൊന്നും എനിക്ക് വിഷയമില്ല. ഞാനത് വിൽക്കാൻ വേണ്ടി എഴുതിയല്ല. എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. നിങ്ങൾ കുടുങ്ങി. നിങ്ങൾ സുലൈമാൻ മൗലിയാർ സോപ്പ് വാങ്ങിയാൽ കുടുങ്ങി, വാങ്ങിയില്ലെങ്കിലും കുടുങ്ങി. നിങ്ങൾ കുടുങ്ങും. തിരുദൂതർ എന്ന പുസ്തകത്തെ ഒരാൾ നിരുത്സാഹപ്പെടുത്തി അള്ളാഹിൻ്റെ കോടതി കൊടുക്കും. തിരുദൂതർ എന്ന പുസ്തകത്തെ ഞാൻ എഴുതിയ പുസ്തകമാണ്. റബ്ബിൻ്റെ സഹായത്താൽ ആ പുസ്തകത്തെ നിങ്ങൾ അതിനെതിരെ കളിച്ചാൽ നിങ്ങൾ കുടുങ്ങും. നിങ്ങൾ വായിക്കൽ നിർബന്ധമെന്ന് ഞാൻ പറയുന്നില്ല. നിരുത്സാഹപ്പെടുത്തി നിങ്ങൾ കുടുങ്ങും. പക്ഷെ അതിന് ആളുകളുണ്ട്, നിരുത്സാഹപ്പെടുത്തുന്നവരുണ്ട്. അതൊന്നും വിഷയമുള്ള കാര്യം. മനുഷ്യന് മുസ്ലിമിന് ഇന്ന് ഈ അഖീദ ഇല്ല. അഖീദ നിലനിർത്തണമെന്ന ആഗ്രഹവുമില്ല. ഇപ്പൊ മുസ്ലിം മതസംഘടനകൾ, പണ്ഡിത സംഘടനകൾ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്കൂൾ ഉണ്ടാക്കും, കോളേജ് ഉണ്ടാക്കും, വലിയ വലിയ പ്രൊഫഷണൽ കോളേജുകൾ ഉണ്ടാക്കും, ഇംഗ്ലീഷ് മീഡിയം ഉണ്ടാക്കും. അതിലൊക്കെ കള്ളുടിച്ചും വ്യഭിചരിച്ചും നടന്നാൽ അതൊന്നും ഇവർക്ക് വിഷയമല്ല. എന്ത് ചെയ്യൂല? ഇവിടുത്തെ അഹ്ലു സുന്നയുടെ അഖീദ സമൂഹത്തിനെ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ എന്താ ചെയ്യുന്നത്? എന്ത് പണിയാണുള്ളത്? ഒരു പണിയില്ല. എന്ത് ചെയ്യും? അതെന്താ പണി? നമ്മളെ പണി അതൊന്നും അല്ലല്ലോ. ഇംഗ്ലീഷ് മീഡിയം ഉണ്ടാക്കലാണോ നമ്മളെ പണി? ദുരന്ത ഭൂമിയിൽ പോയ ആളുകളെ രക്ഷപ്പെടുത്തൽ നമ്മളെ പണിയാണോ? അല്ല. ചെയ്ത തെറ്റില്ല, അന്ന് നമ്മളെ പണിയല്ല. നമ്മളുണ്ടാക്കിയതിനല്ല. നമ്മളെ പണി അതല്ല. അത് പിണറായി വിജയൻ്റെ പണിയാണ്. അത് നമ്മളെ പണിയല്ല. ചെയ്ത തെറ്റുമല്ല. അതൊരു അവാർഡിനോ റിവാർഡിനോ അർഹമായ കാര്യമല്ല. കൊടുത്ത തെറ്റുമില്ല. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ഒരു പുതിയ എന്താണത്? അതൊക്കെ സമൂഹത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ശൈലിയാണത്. അത് മതത്തിൻ്റെ ശൈലിയല്ല.
നിങ്ങളൊന്നും വിചാരിക്കരുത്. അതൊക്കെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പരിപാടിയാണ്. നിങ്ങൾ ചിന്തിക്ക്. അൻവർ പറഞ്ഞ കാര്യത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതിനെതിരെ സംസാരിക്കേണ്ടത് സമസ്ത കേരളത്തിലുമില്ല. അതൊരു പണിയല്ല. ഉസൈൻ മടവൂര് പറഞ്ഞതിന് മറുപടി പറയൽ സമസ്തയുടെ പണിയാണ്. അത് മറുപടി പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ എൻ്റെ കൂടെയില്ല. മടവൂർ CM-നെ കുറിച്ച് വളരെ ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട് വഹാബി നേതാവായ ഉസൈൻ മടവൂർ ഈ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ 10,000-കണക്കിന് ആളുകൾ കാണും. എന്തുകൊണ്ട്? ഒരു മടവൂർക്കാരൻ അത് പറയുമ്പോൾ സ്വാഭാവികമായും അത് ജനം ശ്രദ്ധിക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി. അത് ഏതോ ഉപ്പ പറയേണ്ട മറുപടി അല്ല. അത് അങ്ങനത്തെ ഒരു പൊസിഷൻ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിന് ഈക്വലായ ആൾ മറുപടി പറയണം. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ദുരന്തഭൂമിയിൽ ഉള്ള ആളുകൾക്ക് സേവനം ചെയ്യാന്നുള്ളത് തെറ്റല്ല, ശരി തന്നെയാണ്. പക്ഷെ അതൊരു മതപണ്ഡിതന്റെ ഒരു മതസംഘടനയുടെ പ്രമുഖമായ ലക്ഷ്യമല്ല. അത് ഒരു ആളെന്തോ അപകടത്തിൽപ്പെടേണ്ട ആരും സഹായിക്കുമല്ലോ. അതിനെ പർവ്വതീകരിക്കുന്നത് അതൊരു പൊളിറ്റിക്കൽ കാര്യമാണ്. അതാണ് വിഷയം. അതെന്തല്ല, ഒരു മതത്തിൻ്റെ കാര്യമല്ല. നിങ്ങൾ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് ദുരന്ത ഭൂമിയിൽ സേവനം ഒരു പണ്ഡിത സംഘടന ചെയ്യുന്ന തെറ്റല്ല. അതൊരു സാഹചര്യം അങ്ങനെയാണ്. ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാം നിർത്തിവെച്ചിട്ട് അത് ചെയ്യും. എന്തുകൊണ്ട്? നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കിണറ്റ് ചാണ്ടാൽ നിസ്കാരം മുറിച്ചിട്ട് ഓടിച്ച് ആളെ രക്ഷപ്പെടുത്തും. അതൊരു മനസ്സിലായില്ലേ പറഞ്ഞ? അതൊരു എന്തല്ല, അത് ഏതൊരാളും ചെയ്യും. പക്ഷേ അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പൊളിറ്റിക്കൽ പരിപാടിയുമാണ്. എന്തിനെ? അതിനെ ഒരു സംഭവമാക്കിയിട്ട് സമൂഹത്തിന് മുന്നിൽ കാണിക്കുക. അത് മതത്തിന്റെ പരിപാടിയല്ല. മതം എപ്പോഴും ഇങ്ങോട്ട് പോവുക, രാഷ്ട്രീയം എപ്പോഴും ഇങ്ങോട്ട് പോവുക. നിങ്ങൾ എന്ത് പറഞ്ഞാൽ എനിക്ക് വിഷയമല്ല. നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്നോ ദേഷ്യം വന്നു, നിങ്ങൾക്ക് ദേഷ്യം വിഷയമല്ല. നിങ്ങൾ ദേഷ്യം വിഷയമല്ല, നിങ്ങളുടെ സ്നേഹം ആവശ്യമല്ല. ആരും ആവശ്യമില്ല, ഒരാളെയും ആവശ്യമില്ല. ഇതൊക്കെ രാഷ്ട്രീയക്കാരുടെ പണിയും മതപണ്ഡിതന്മാർ ഏറ്റെടുക്കാൻ പാടില്ല. മതപണ്ഡിതന്മാർക്ക് അത് ചർച്ചയാകാനും പാടില്ല. PV അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന കാര്യത്തിൽ മറുപടി പറയാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ് എന്ന് പറയാൻ സമസ്തക്ക് ബാധ്യതയല്ലേ? അത് PK കുഞ്ഞാലിക്കുട്ടിയുടെ ബാധ്യത, മുസ്ലിം ലീഗിന്റെ ബാധ്യത, കോൺഗ്രസിന്റെ ബാധ്യത. നിങ്ങളിന്റെ കൂടെ അല്ലേ? അതാരെ ബാധ്യതയല്ല. അതേ സമയത്ത് വഹാബികൾ പറഞ്ഞതിന് മറുപടി പറയൽ സമസ്തവാദിയാണ്. അതിൽ പണി നടക്കണേ ഇല്ല. ഒരു പണി എന്ത് പണി നടക്കുന്നത്? എന്ത് പണി നടക്കുന്നത്? 82 സൂറത്ത് ഇറങ്ങിയ വീട് കക്കൂസാണ് എന്ന് 3 വർഷമായി നിരന്തരമായി ഞാൻ പറഞ്ഞിട്ട് ഒരു മുസ്ലിം പണ്ഡിത സംഘടന ഒരു വാക്കും മിണ്ടിയില്ല. ഒന്നിരിക്കലും എന്ത് പറയണം? ഇയാൾക്ക് പിരാന്താണ്, അത് നടന്നിട്ടില്ല, വഹാബികൾ അത്ര മോശമല്ല, അങ്ങനെ പറയണം. അല്ലെങ്കിൽ അത് ശരിയാണ്, അത്തരം ആളുകളെ അകറ്റി നിർത്തുക എന്ന് പറയണം. ഇതൊക്കെ നമ്മളെ പണി നമ്മൾ എടുക്കേണ്ടതുള്ളൂ. നമ്മളെ പണി നമ്മൾ എടുക്കണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? കോൺഗ്രസ് അധികാരത്തിൽ കയറുന്നതിന് എനിക്ക് എതിർപ്പില്ല. ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസ് അധികാരത്തിൽ കയറുന്നതിനോ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്ന എന്ന് എനിക്ക് വിഷയമല്ല. എൻ്റെ വിഷയം അതല്ല. എൻ്റെ വിഷയം ഞാൻ ആവർത്തിച്ച് പറയാണ്. എന്ത് അപകടകരമായൊരു സാഹചര്യത്തിലേക്ക് ഇന്ത്യൻ യുവത കൂപ്പുകുത്താൻ ഒരുങ്ങുന്നു. മിക്കവാറും അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലായിരിക്കും. എന്താണ് ആ അപകടം? അത് ലിബറലിസമാണ്, അത് നിരീശ്വരവാദമാണ്, അത് കുത്തൊഴുക ചെയ്യാം. അത് വളരെ ദുരന്തം ഉണ്ടാക്കും. ഇതിൻ്റെ പ്രശ്നം ഇത് എന്തിനെ ബാധിക്കും? ഇത് നമ്മളെ മതത്തിനെ ബാധിക്കും. അല്ലാതെ രാഹുൽ ഗാന്ധി ജയിച്ചാൽ തോറ്റാൽ എനിക്കെന്ത്? രാഹുൽ ഗാന്ധി ജയിച്ചാൽ എനിക്കെന്ത്? തോറ്റാൽ എനിക്കെന്ത്? ഞാൻ ജയിക്കുമ്പോൾ അവാർഡ് കൊടുക്കാനുമില്ല, തോറ്റ വരുമ്പോൾ കാര്യാനുമില്ല. അതിൻ്റെ വിഷയത്തിൽ ഭാര്യയല്ല. ഞങ്ങളോട് പറഞ്ഞ പൊളിറ്റിക്സ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുമ്പും സാധാരണ ജനങ്ങളുടെ ചർച്ചയെ ആയിരുന്നില്ല. സത്യത്തിൽ വിപ്ലവങ്ങളുടെ മാതാവാണ് ഏത്? ഫ്രഞ്ച് വിപ്ലവം. വിപ്ലവങ്ങളുടെ മാതാവ് ഫ്രഞ്ച് വിപ്ലവം. എന്തുകൊണ്ട്? മനുഷ്യന്റെ രീതികൾ മാറ്റി.
ഒരു കാലത്ത് അധികാര കൈമാറ്റങ്ങൾ, രാഷ്ട്രീയം എന്നതേ ഇല്ല. ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പ് ലോകത്ത് എന്തില്ല? രാഷ്ട്രീയ, രാജാക്കന്മാരുടെ രാഷ്ട്രീയമാണ്. അതിൽ സാധാരണക്കാർ ഇടപെടുന്ന എന്തിന്? പണ്ഡിതന്മാർക്ക് അത് വിഷയമല്ല. ആരായാലും എന്താ പണ്ഡിതന്മാർക്ക്? ആരായാലും എന്താ? ആര് വെച്ച പണ്ഡിതന്മാർക്ക് വിഷയമാണ് എപ്പോൾ ചില സാഹചര്യങ്ങൾ മതം നഷ്ടപ്പെട്ടു പോവും, യുവാക്കൾ നശിക്കും, യുവതികൾ നശിക്കും. വളരെ ചിന്തിക്കണം. മതത്തെ തിരിച്ചു വന്നു ഖിയാമത്ത് നാള്. ഇപ്പൊ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മുഴുവനും ചർച്ച എന്തിനാ? മതത്തിൽ. ഇടയാളന്മാരെ പാടില്ല, ഇടയാളന്മാർ പാടുണ്ട്, ഇടയാളന്മാർ നമ്മളെ രീതിയല്ല, ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ഇതൊക്കെ ആരാ പറയണ്? ഇതിപ്പോ സുന്നി മുജാഹിദ് പറയുന്ന വർത്താനാണ്. ആര് പറയണ്? രാഷ്ട്രീയ നേതാക്കന്മാര്. സ്വർണ്ണക്കടത്തിൽ പിണറായി മൗനം വഞ്ചിക്കണം, ഇതാരാ പറയണ്? മൂല്യര്. ഇനിയിപ്പം ഭൂമിന്റെ അടിയിൽ ജീവിക്കലോ ഭൂമിന്റെ മേലെ ജീവിക്കലോ ഏതാണല്ലേ? നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതോ നിങ്ങളെ സ്വഭാവം പണ്ട് എങ്ങനെയാണോ? പറയ്, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇടയാളന്മാരെ വേണ്ട, നമ്മൾ ഡയറക്റ്റേ ഉള്ളൂ. ഇടയാളന്മാരിന്റെ രീതിയല്ല, ഞാൻ അഭിപ്രായക്കാരനല്ല. ധാര പറയണ് ഒരു രാഷ്ട്രീയ നേതാവ്. ഇത് അയാൾ പറഞ്ഞ വർത്താനാണോ? അപ്പൊ രാഷ്ട്രീയക്കാരൻ മതം പറയാം, മതത്തിന്റെ ആളുകളോ നേരെ രാഷ്ട്രീയം പറയാം. മതം പറയണേ ഇല്ല. മതം എന്തായാലും ഒരു വിഷയമല്ല. ഒരു തൊള്ള തുറന്നാൽ ഒരു വലിയൊരു പരിക്കുണ്ടാവുന്നേ ഉള്ളൂ. ഒരു തൊള്ള തുറന്നാൽ ഒരു വലിയ പരിക്കുണ്ടാവും, ഒരു ദീന പരിക്കുണ്ടാവും, അത്രേ ഉള്ളൂ. ഇതിനാണ് എന്ത് പറഞ്ഞത്? ഇൻഖിലാബുൽ ഉമൂരി, കാര്യങ്ങൾ അട്ടിമറിയൽ. അതാണ് അൻതലിദൽ അമതു റബ്ബതഹ, അടിമപ്പെണ്ണുടമയെ പ്രസവിക്കൽ. ഒക്കെ അട്ടിമറിയ. രാഷ്ട്രീയക്കാരൻ മതം പറയാ, മതത്തിന്റെ ആള് രാഷ്ട്രീയം പറയാ. അതൊന്നും നമ്മളെ സൈഡല്ല. മതത്തിന്റെ നഷ്ടം നമ്മളെ സൈഡ് തന്നെയാണ്. കാരണം നമ്മളെ ഏൽപ്പിച്ചത് ജനങ്ങളെ സിറാത്തുൽ മുസ്തഖീമിൽ എത്തിക്കാനാണ്. അതാണ് നമ്മളെ പണിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد والآل والصحابة وسلم.